ഹലോ ഗായ്സ്, എല്ലാവരും ഞാൻ അണ്ടർവേൾഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാരസ്പേസ് എന്ന ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഡിവൈസിൽ നമുക്ക് മൾട്ടിപ്പിൾ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഒരു തവണ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിളായിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ പാരസ്പേസ്. അതായത് ഇവിടെ നടക്കുന്നത് ക്ലോണിംഗ് എന്നൊരു പ്രതിഭാസമാണ്. ഒരു ആപ്പിൻ്റെ തന്നെ തനി പകർപ്പ് ക്ലോൺ ചെയ്തെടുക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 2 വാട്സപ്പ് അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ വർക്കിംഗ് പ്ലേസിൽ ഒരു വാട്സപ്പ് അക്കൗണ്ടും പിന്നെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി മറ്റൊരു വാട്സപ്പ് അക്കൗണ്ട് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഉള്ളതിനാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പാരസ്പേസ് ഉപയോഗിച്ച് നമുക്ക് 2 വാട്സപ്പ് അക്കൗണ്ട് നമ്മുടെ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് മാത്രമല്ല, മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ കഴിയും. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളുടെ ഡ്യൂപ്ലിക്കേഷൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അതൊട്ടും സെക്യൂർ അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. പാരസ്പേസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ക്ലോണിങ്ങിലൂടെ അതിൻ്റെ തനിയൊരു പകർപ്പ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതായത് ഒറിജിനൽ വാട്സപ്പ് തന്നെ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു പ്രൈവസി പ്രൊട്ടക്റ്റഡ് ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മൾ ക്ലോൺ ചെയ്യുന്ന ആപ്പുകൾ ഈ ആപ്ലിക്കേഷൻ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ മറ്റുള്ള വ്യക്തികൾ തുറക്കാതിരിക്കാൻ വേണ്ടി ഈ ആപ്പ് തന്നെ ഇതിനൊരു സ്മാർട്ട് ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പാറ്റേൺ രൂപത്തിലാണ് ഇതിൻ്റെ സ്മാർട്ട് ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പിന്നീട് പറയുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ തീമൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതിൽ ഒരു പ്രൈവറ്റ് ബ്രൗസിങ്ങിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഹോം സ്ക്രീനിൽ തന്നെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി. ഇനി നമ്മൾ സെർച്ച് ബാറിൽ പാരസ്പേസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഈ ആദ്യമേ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഈ കിടക്കുന്ന ആപ്പാണിത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വിൻഡോ തുറന്നിരിക്കുകയാണ്. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുക. വെറും 5.43 MB മാത്രമേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ റേറ്റിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും 4.6. നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെൽക്കം സ്ക്രീൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ചെറിയൊരു ഇൻട്രോയാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പാരസ്പേസിന് മെയിൻ മെനുവിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ പാരസ്പേസ് നമുക്ക് കുറച്ച് ആപ്പ് ക്ലോൺ ചെയ്യാൻ വേണ്ടി സജസ്റ്റ് തന്നിരിക്കുകയാണ്. ഞാൻ ഉദാഹരണത്തിനായിട്ട് വാട്സപ്പ് നിങ്ങൾക്ക് വേണ്ടി ക്ലോൺ ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ വാട്സപ്പ് മാത്രം ഇപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. ബാക്കിയുള്ള ആപ്സ് എല്ലാം അൺമാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ ആഡ് ടു പാരസ്പേസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് ആപ്പ് വേണമെങ്കിലും ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു പാരസ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് ക്ലോൺ ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആഡ് ടു പാരസ്പേസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വാട്സപ്പിൻ്റെ ഒരു ഐക്കൺ അവിടെ വന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഫേസ്ബുക്കിലെ ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ക്ലോൺ ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് ആഡ് ആപ്പ് എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫേസ്ബുക്ക് ലൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആഡ് ടു പാരസ്പേസ് എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫേസ്ബുക്ക് ലൈറ്റിൻ്റെയും ഒരു ഐക്കൺ അവിടെ വന്ന് കാണാൻ കഴിയും. ഇപ്പോൾ അത് ക്ലോൺ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ 2 വാട്സപ്പും 2 ഫേസ്ബുക്ക് ലൈറ്റും ഉണ്ട്. ഇപ്പോൾ ക്ലോൺ ചെയ്ത ആപ്സും എൻ്റെ സ്മാർട്ട് ഫോണിലുള്ള ആപ്സും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഈ ആപ്സ് രണ്ടും നമ്മൾ ഹോൾഡ് ചെയ്ത് ക്രിയേറ്റ് ഷോർട്ട് കട്ടിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഷോർട്ട് കട്ട് ക്രിയേറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും.
FB ലൈറ്റും ഞാൻ ക്രിയേറ്റ് ഷോർട്ട് കട്ടിലേക്ക് ഡ്രാഗ് ചെയ്തു. ഇനി നമ്മൾ ഹോം സ്ക്രീനിലേക്ക് വരിക. ഈ രണ്ട് ആപ്പും ഇപ്പോൾ ഹോം സ്ക്രീൻ വന്നു. ഇനി ഞാൻ എൻ്റെ സ്മാർട്ട് ഫോണിൽ കിടക്കുന്ന വാട്സപ്പും FB ലൈറ്റും ഹോം സ്ക്രീനിൽ കൊണ്ടിടുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് വാട്സപ്പും രണ്ട് ഫേസ്ബുക്ക് ലൈറ്റും. ഇത് നമ്മുടെ ഫോണിൽ കിടക്കുന്ന വാട്സപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ക്ലോൺ ചെയ്ത് വരുന്ന ആപ്പുകളും. മറ്റുള്ള ഡ്യൂപ്ലിക്കേഷൻ ആപ്പുകൾ പോലെ ഡിസൈൻ വ്യത്യാസങ്ങളൊന്നുമില്ല, അതേ ആപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ സാധാരണ വാട്സപ്പ് തുറന്ന പോലെ തന്നെ ഇനി നമുക്ക് എഗ്രി ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഫോൺ നമ്പർ അടിക്കാനുള്ള ഓപ്ഷനൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ അത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഞാൻ FB ലൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. FB ലൈറ്റും അതുപോലെ തന്നെ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഇനി അത് ക്ലോസ് ചെയ്യുകയാണ്. ഹോം സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ച് പാരലൽ സ്പേസിലേക്ക് പോകാം. അപ്പോൾ രണ്ട് വാട്സപ്പും രണ്ട് ഫേസ്ബുക്കും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇനി പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ലോൺ ചെയ്ത ആപ്പുകൾ പാരലൽ സ്പേസിൽ വെച്ച് തന്നെ യൂസ് ചെയ്യുക. അതിനായിട്ട് പാരലൽ സ്പേസ് നമുക്കൊരു സ്മാർട്ട് ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പാറ്റേൺ ലോക്ക് എന്ന് എനേബിൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു പാറ്റേൺ വരയ്ക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു പാറ്റേൺ വരയ്ക്കുകയാണ്. അത് കൺഫേം ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഒന്നും കൂടെ വരയ്ക്കാതെ. ഇപ്പോൾ ആ പാസ്വേഡ് റെക്കോർഡ് ആയിരിക്കുകയാണ്. പാസ്വേഡ് വേണമെങ്കിൽ നമുക്കിനി ചേഞ്ച് ചെയ്യാം. അതിന് ചേഞ്ച് ദി പാറ്റേൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് മാറ്റാവുന്നതാണ്. നമുക്ക് തിരിച്ചു വരാം. സ്മാർട്ട് ലോക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഹോം സ്ക്രീനിൽ പോയിട്ട് വീണ്ടും നമുക്ക് പാരലൽ സ്പേസ് ഓപ്പൺ ആക്കാം. അതിനായിട്ട് നമ്മൾ ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു പോകാം. ഇനി നമ്മൾ പാരലൽ സ്പേസ് ഓപ്പൺ ആക്കുക. ഇപ്പോൾ ഇവിടെ സ്മാർട്ട് ലോക്ക് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് നമ്മുടെ പാറ്റേൺ വരയ്ക്കാം. വീണ്ടും നമ്മൾ തിരിച്ച് പാരലൽ സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. വീണ്ടും പറയുകയാണെങ്കിൽ ഇതിലൊരു പ്രൈവറ്റ് ബ്രൗസിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. പ്രൈവറ്റ് ബ്രൗസിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബ്രൗസർ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് സാധാരണ ബ്രൗസർ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. നമുക്ക് തിരിച്ച് പാരലൽ സ്പേസിലേക്ക് വരാം. പിന്നെ നമുക്ക് പാരലൽ സ്പേസിന് തീമൊക്കെ ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ 3 ഡോട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ തീം സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 3 ടീം കിടപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു തീം ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ തീം ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാം. പിന്നീട് പറയുകയാണെങ്കിൽ ഹോം സ്ക്രീനിൽ വെച്ച് തന്നെ സ്വൈപ്പ് ചെയ്ത് തുറക്കാനുള്ള ഒരു ഓപ്ഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും നിങ്ങൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗിൽ ക്ലിക്ക് ചെയ്യുക. സ്വൈപ്പ് ഇൻറ്റു പാരലൽ സ്പേസിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഡിസേബിൾ ചെയ്ത് കിടക്കുകയാണ്. അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. ഏത് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ ഞാൻ സ്വൈപ്പ് ചെയ്ത് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഫോണിൽ മൾട്ടിപ്പിൾ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമല്ല ഒരു പ്രൈവസി പ്രൊട്ടക്റ്റഡ് ആപ്പായിട്ടും ഈ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഈ വീഡിയോ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ.